സത്യത്തിൽ സിബിൻ കാണിക്കുന്ന ഓരോന്ന് കാണുമ്പോൾ വിഷമം തോന്നുന്നുണ്ട് എങ്കിൽ പോലും ഇത് എന്താണെന്ന രീതിയിൽ തോന്നിപ്പോവുകയാണ്. കാര്യം എന്ന് പറഞ്ഞാൽ പുറത്തുനിന്ന് ഗെയിം കണ്ടിട്ട് പോയ ഒരാളാണ് സിബിൻ. ഇപ്പം മറ്റുള്ള പലരെ വെച്ച് നോക്കുമ്പോൾ 6 പേരെ വെച്ച് ബാക്കിയുള്ളവർ നോക്കുമ്പോൾ അവർ ഈ ഒരു സീസൺ സ്റ്റാർട്ടിങ് മുതലേ വന്നിട്ട് അവർക്ക് എന്താണ് പുറത്ത് കിടക്കുന്ന കാര്യങ്ങൾ എന്നുള്ള രീതിയിൽ ഒന്നും അറിയത്തില്ല. മാത്രമല്ല പല കാര്യങ്ങളും അവർക്ക് വ്യക്തമായിട്ട് അറിയത്ത് പോലുമില്ല. ഇതെല്ലാം വ്യക്തമായിട്ട് കണ്ട് കേട്ട് അറിഞ്ഞ് ഇപ്പം പോയി ശരിയാക്കാമെന്ന് പറഞ്ഞ് പോയ ആളാണ് സിബിൻ. എന്നിട്ട് ലാലേട്ടൻ്റെ കയ്യിൽ നിന്ന് കേട്ടിയ ഒരു വഴക്കിൻ്റെ പേരിൽ ഇത്രയധികം വിഷമിച്ച് മാറിയിരുന്ന് കരഞ്ഞ് നിലവിളിച്ച് വീട്ടിൽ പോകണമെന്ന് പറഞ്ഞ് എല്ലാവരോടും പ്രശ്നങ്ങളുണ്ടാക്കി ആരോടും മിണ്ടാതൊക്കെ നടക്കുകയൊക്കെ ചെയ്യുന്നത് എനിക്കറിയില്ല എന്താണെന്ന്. മറ്റുള്ളവർ വീക്കാണ് ഈ ഒരു ഷോയ്ക്ക് കൊള്ളില്ല എന്ന് പറയുന്ന സിബിൻ ഇപ്പോൾ എന്താണ് കാണിക്കുന്നത്? ഒരു ഷോയിൽ വന്നാൽ അതെല്ലാം പല കാര്യങ്ങളുണ്ടാകും, അതെല്ലാം സഫർ ചെയ്യാനുള്ള മനസ്സുണ്ടാകണം. ഇതെല്ലാം കൊണ്ടിട്ടാണല്ലോ ഓരോരുത്തർ വരുന്നത്. വന്ന് കയറി ഇത് അയ്യോ ഇത്ര ടഫാണ്, എനിക്ക് പോകാൻ, എനിക്ക് വീട്ടിൽ പോകുവാണ്, എനിക്ക് അതിനെ വഴക്കാക്കാൻ വയ്യ, എനിക്കൊന്ന് സഫർ ചെയ്യാൻ വയ്യ, എനിക്ക് ഇങ്ങനെ എല്ലാ ദിവസവും എപ്പോഴും ഞാൻ എന്ന് വരെ ഈ ഒരു ഷോ നിൽക്കുന്നു അന്ന് വരെ പവർ ടീമിന് ഞാൻ ഉണ്ടായിരിക്കണം, എല്ലാവരെയും ഭരിക്കണം, എല്ലാവരും വെറുതെ ജോലിയും ചെയ്ത് വെറുതെ ഇരിക്കണം എന്ന് വിചാരിച്ചിട്ട് വന്നിട്ട് യാതൊരു കാര്യവുമില്ല. എല്ലാവരും ഗെയിം കളിക്കാൻ വന്നവരാണ്. പല രീതിയിലെ പ്രശ്നങ്ങളുണ്ടാകാം, മാനസികമായിട്ട് പല പ്രശ്നങ്ങളുണ്ടാകാം, ഫിസിക്കലായിട്ട് പല പ്രശ്നങ്ങളുണ്ടാകാം. ഇതെല്ലാം തരണം ചെയ്ത് മുന്നോട്ട് പോകുന്നവർക്ക് മാത്രമേ ഈ ഒരു ഷോയിൽ നിൽക്കാൻ കഴിയത്തുള്ളൂ അല്ലേ? ഇത്രമാത്രം പ്രശ്നങ്ങളാണ് എത്ര പേര് അനുഭവിക്കുന്നത് അല്ലേ? ഈ ഒരു സീസണിൽ മാത്രമല്ല, കഴിഞ്ഞ് വന്ന എത്രയോ സീസണുകളിൽ പല വിധത്തിലെ ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിച്ച് തന്നെയാണ് ഓരോരുത്തരും ഈ ഒരു വിന്നർ കപ്പ് നേടിയത്. അല്ലാതെ വെറുതെ ഒന്നും ആരെടുത്ത് കൈ കൊടുക്കില്ല. ഇപ്പോൾ സിബിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ സിബിൻ പവർ ടീം ഉണ്ടായിരിക്കണം, ഒന്നും വഴക്ക് പറയാൻ പാടില്ല, തെറ്റ് ചെയ്താൽ ആരും ചോദിക്കാൻ പാടില്ല. അതിന് ലാലേട്ടനാണെങ്കിലും ആ വീട്ടിലുള്ള ആരാണെങ്കിലും ബിഗ് ബോസ് ആണെങ്കിലും ഒരു കാര്യം ചോദിക്കാൻ പാടില്ല തെറ്റ് ചെയ്താൽ. ശരി, എപ്പോഴും സിബിനെ ഇങ്ങനെ പൊക്കി വെക്കണം. എനിക്ക് തോന്നുന്നു ജാൻമണിയുടെ വേറൊരു വേർഷൻ. നീ എന്ത് പ്രശ്നങ്ങൾ വന്നാലും പിടിച്ചു നിൽക്കാനുള്ള ശക്തി ഉണ്ടെങ്കിൽ മാത്രമേ ഒരുപാട് മുന്നോട്ട് പോകാനും കഴിയൂ, ഒരുപാട് പ്രേക്ഷകരുടെ മനസ്സിൽ സ്ഥാനം നേടാനും കഴിയത്തുള്ളൂ അല്ലേ? എല്ലാവരും ഈ ഒരു ബിഗ് ബോസിൽ വരുന്നത് പ്രേക്ഷകരുടെ ഒരു മനസ്സിലൊരു സ്ഥാനം നേടാനും തങ്ങൾക്ക് ലൈഫിൽ എന്തെങ്കിലുമൊക്കെ ഒരു പോസിറ്റീവ് ഉണ്ടാകാൻ വേണ്ടി തന്നെയാണല്ലോ അല്ലേ? പക്ഷേ ഇവിടെ വന്നിട്ട് പെട്ടെന്ന് പേരും പ്രശസ്തിയും കിട്ടി എനിക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്നതുകൊണ്ട് എനിക്ക് ഒട്ടും താല്പര്യം തോന്നുന്നില്ല. ഇപ്പോൾ സിബിൻ ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ സിബിന് വെറുതെ ഇരിക്കണം, പവർ ടീമിൽ ഇരിക്കണം, എല്ലാവരും ഭരിക്കണം, എനിക്ക് ഒരു ടാസ്കും ചെയ്യാൻ വയ്യ, അല്ലെങ്കിൽ എനിക്ക് ജോലി ചെയ്യാൻ വയ്യ, എനിക്ക് ആരുടെ ഒരു കാര്യത്തിനും വിഷമിച്ച് നിൽക്കാൻ വയ്യ, താന്ന് കിടന്ന് നിൽക്കാൻ പറ്റത്തില്ല, ആരും പറയുന്ന ഓർഡർ അനുസരിക്കാൻ പറ്റത്തില്ല. ഇപ്പോൾ പവർ ടീമിലാകുമ്പോൾ ഓർഡർ ഇട്ടാൽ മതിയല്ലോ, ഒന്നും ചെയ്യണ്ടല്ലോ. അതാണ് സിബിൻ ഉദ്ദേശിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. മാത്രമല്ല എനിക്ക് തോന്നിയ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് സിബിൻ്റെ ഗെയിം എന്ന് പറയുന്നത് ഗബ്രി ജാസ്മിന് തന്നെയായിരുന്നു. വേറൊരു ഗെയിം സിബിൻ ഇല്ലായിരുന്നു. ഈ ഒരു ഗെയിം കളിച്ച് കുറേയൊക്കെ മുന്നോട്ട് പോയിട്ട് പ്രേക്ഷകരുടെ മനസ്സിലൊരു സ്ഥാനം നേടിയെടുത്ത ശേഷം മറ്റുള്ളവരായിട്ട് ഗെയിം കളിക്കാം സാഹചര്യം അനുസരിച്ച് എന്നായിരുന്നു സിബിൻ്റെ ഒരു തീരുമാനം. പക്ഷെ അതെല്ലാം തകർന്നു. ഇനി ഒരു സിബിന് ജാസ്മിൻ്റെ അടുത്തും ഗബ്രിയുടെ അടുത്തും ഗെയിം കളിക്കാൻ പറ്റില്ല. കാര്യം അവരെ ഫേസ് ചെയ്യാൻ പറ്റുന്നില്ല. ലാലേട്ടൻ്റെ മുന്നിൽ വഴക്ക് കേട്ടിട്ട് നാണക്കേട്. അവിടെ എത്രയോ പേർക്ക് ഇതുവരെ വഴക്ക് കേട്ടേക്കുന്നു, എന്നിട്ട് ആരും ഗെയിം കളിക്കുന്നില്ലേ? എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നിലവിളിച്ച് കരയുന്നത് ഇപ്പോൾ ജാസ്മിൻ ആണെങ്കിലും ഗബ്രി ആണെങ്കിലും സിബിൻ ആണെങ്കിലും ആരാണെങ്കിലും വീട്ടിൽ പോകണമെന്ന് പറഞ്ഞ് തുറന്നു വിടണം. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ആദ്യമേ കരഞ്ഞു തുടങ്ങി ജാസ്മിൻ ആണോ എനിക്കറിയില്ല, നമ്മുടെ ജിൻഡോ ഒക്കെ ആദ്യം കരഞ്ഞു തുടങ്ങിയത്. അപ്പം ആ ഒരു സമയത്ത് ആരെങ്കിലും പിടിച്ച് പുറത്താക്കിയെങ്കിൽ ഇങ്ങനെ ഒന്ന് പറഞ്ഞ് രണ്ടിൻ്റെ പുറത്ത് പോകണമെന്ന് പറഞ്ഞ് കരയൊന്നും എനിക്ക് തോന്നുന്നില്ല. ഇതിനെന്തായാലും സ്ട്രോങ് ആയിട്ടൊരു മത്സരാർത്ഥി എന്ന് പറയാൻ കഴിയില്ല. സ്ട്രോങ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ എന്തിന് തരണം ചെയ്യാനുള്ള ശക്തി ഉണ്ടാകണം. മാത്രമല്ല ഇപ്പോൾ സിബിനെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇന്നലെ ഗബ്രിയൊക്കെ വന്നിട്ട് സംസാരിക്കുന്നുണ്ട് പവർ ടീം അടിപൊളിയായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യാനുണ്ട്. എന്നിട്ട് പോലും അത് മനസ്സിലാക്കി ഇനി ഗെയിം ഒന്ന് മാറ്റി പിടിക്കാം, നമുക്ക് നോക്കാം, ഈ ഒരാഴ്ച എങ്ങോട്ട് നോക്കാം എന്നൊക്കെ പറഞ്ഞ് ഗെയിം കളിച്ചിട്ടും പറ്റുന്നില്ലെന്നെങ്കിൽ ഓക്കെ. ഇതിപ്പോൾ ഇന്നലെ വഴക്ക് പറഞ്ഞു, ഇന്ന് എനിക്ക് പോകണം, ഈ ഒരു അവസ്ഥയിലാണ് നമ്മുടെ സിബിൻ നിൽക്കുന്നത്. ഇന്നലെ വഴക്ക് പറഞ്ഞതില്ലേ ഉള്ളൂ, ഇന്നൊരു ദിവസമല്ലേ ആയുള്ളൂ. ഈ ഒരു വീക്ക് കഴിഞ്ഞിട്ട് എങ്ങോട്ട് നോക്ക്, അതുപോലും വെയിറ്റ് ചെയ്യുന്നില്ല. ഇന്നലെ വഴക്ക് പറയാൻ പറഞ്ഞെങ്കിൽ ഇന്ന് പോകണം. എന്നെ ആരും വഴക്ക് പറയാൻ പാടില്ല, എന്നെ ആരും ചോദ്യം ചെയ്യാൻ പാടില്ല. എനിക്ക് തോന്നിയതുപോലെയൊക്കെ ഞാൻ ചെയ്യും. പിന്നെ കുറച്ചൊരു പറയുന്നത് കേട്ട് ബിഗ് ബോസിന് കണക്കിന് കൊടുത്തു, അത് ബിഗ് ബോസ് ചോദിച്ച് വാങ്ങിയതാണ്, നല്ലപോലെ ഗെയിം കളിക്കുന്ന ഒരാളെ തളർത്തിയത് കൊണ്ട് ചോദിച്ച് വാങ്ങിച്ചതാണ് എന്നൊക്കെ പറയുന്നുണ്ട്. ബിഗ് ബോസിന് സിബിൻ പോയ അടുത്ത ആൾ സിബിൻ ഉണ്ടായാലും അവിടെ എന്താ? സിബിൻ ഉണ്ടായിട്ടാണോ ഇപ്പോൾ ഈ ഇത്രയും റേറ്റിംഗ് കൂടിയത്? സിബിൻ വന്നിപ്പോൾ ഒരാഴ്ച ആയുള്ളൂ. അതിന് മുന്നേ തന്നെ നല്ലൊരു ഷോ ആയിട്ട് മുന്നിൽ പൊക്കോട്ടിരുന്നത്. ഇപ്പോൾ ജാസ്മിനും ഗബ്രിയും നെഗറ്റീവ് ആയിരുന്നെങ്കിൽ പോലും റേറ്റിങ്ങിനൊന്നും യാതൊരു കുറവുമില്ലായിരുന്നു
എന്തിനും കുറവുണ്ടായിരുന്നു. അപ്പം സിബിൻ പോയാൽ അവർക്ക് ഒരു അടുത്ത ആൾ സിബിൻ കണക്കിന് കൊടുത്തു, ബിഗ് ബോസിന് വഴക്ക് കൊടുത്തു, ബിഗ് ബോസിനെ പേടിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞ് പല ആൾക്കാരും പറയുന്നുണ്ട്. ബിഗ് ബോസിന് ഒരു പേടിയില്ല, പേടിക്കേണ്ടത് സിബിൻ മാത്രമാണ്. എന്തായാലും കണ്ടു തന്നെ അറിയാം ഇനി എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നതെന്നും എന്താണ് പുതിയ കളികളെന്നും. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ മറക്കാതെ രേഖപ്പെടുത്തണം. കൂടുതൽ ലൈവ് അപ്ഡേഷനുമായിട്ട് ഉടനെ വരുന്നതായിരിക്കും.